തടി കയറ്റി വന്ന ലോറി തലകീഴായി വീടിന് മുന്നിലേക്ക് മറിഞ്ഞു. 3 പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ പുറക്കാട് ജംഗ്ഷന് തെക്ക് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് തടി കയറ്റിപ്പോയ ലോറിയുടെ ഡ്രൈവർ കുമാർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. പുത്തൻപറമ്പ് ബാബുവിൻ്റെ വീടിന് മുന്നിലേക്കാണ് ലോറി തലകീഴായി മറിഞ്ഞത്. ഇദ്ദേഹം മത്സ്യബന്ധനത്തിന് പുറപ്പെടുവാൻ തയ്യാറാകുന്നതിനിടയിലായിരുന്നു അപകടം. 3:30 ആയപ്പോൾ ഒരു ഭയങ്കര ശബ്ദം കേട്ട് വെളിയിലോട്ട് വന്ന് കഥ തുറന്നിട്ട് കണ്ട് ഇത് പേടിച്ചു. അപ്പോൾ വെളിയിൽ നിന്ന് ഭയങ്കര വിളിയൊക്കെ ഓടി ഇറങ്ങണം. അങ്ങനെ പണ്ടിലെ ആളുകളെയൊക്കെ അവർ പയ്യെ ഇറങ്ങി വെളിയിലിട്ട് അരമണിക്കൂർ അവരൊക്കെ ഇറങ്ങി വന്നു. അത് കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നെ ചെറിയ പരിക്കുകൾ വീഴുന്നുണ്ട്. പിന്നെ എൻ്റെ ടാങ്കും ഒക്കെ പൊളിഞ്ഞു പോയി. അത് കുഴപ്പമൊന്നും അല്ലാതൊന്നും പറ്റിയില്ല. ലോറി മറിഞ്ഞ വീടിൻ്റെ ജനൽ ചില്ലകൾ പൊട്ടി. ബാബുവിൻ്റെ മാതാവ് തങ്കമ്മയ്ക്കും പരിക്കേറ്റു. അപകടത്തിൽ ലോറിയുടെ ക്ലീനർ തിരുവനന്തപുരം സ്വദേശി ദിലീപിൻ്റെ കൈക്ക് ഒടിവ് സംഭവിച്ചു. സമീപത്ത് ബിജുവിൻ്റെ വീടിന് മുന്നിൽ വെച്ചിരുന്ന സ്കൂട്ടർ തടികൾക്കിടയിൽപ്പെട്ട് തകർന്നു. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച കൈവരികൾ തകർത്താണ് ലോറി മറിഞ്ഞത്. സർവീസ് റോഡിലേക്ക് മറിഞ്ഞതിനാൽ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു.